ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഈ പുള്ളി ഉണ്ടോ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവരുന്നേ? ഫുൾ കൊഞ്ചാട്ടോ, വലിയ കൊഞ്ചില്ലേ നമ്മളെ പുഴയിലൊക്കെ ഉണ്ടാകുന്നേ, ആ കൊഞ്ചാട്ടോ. അതുപോലെ തന്നെ ഒരു നെൽപ്പാടാട്ടോ ഇത് മൊത്തം കാണുന്നത്. എന്ത് മനോഹരല്ലേ! ബീഹാറിന്റെ ദുഃഖം എന്ന് പറയുന്ന നദിയാട്ടോ ഇത്. ഇവിടെ മുടിഞ്ഞ ക്രിക്കറ്റ് കളിയാട്ടോ. 5 സമൂസ നിന്നാട്ടോ ഇത് കാണുന്നത്. ഞങ്ങളങ്ങനെ കാലത്തിന് പുറകിൽ സഞ്ചരിച്ചിരിക്കുകയാണ്. ഇവിടെ പോലുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്നേരം ജനിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോദിച്ച സൗകര്യം ഏർപ്പാട് തോന്നുന്നു. അവരെന്നെ ആരോ ആണ് ഈ പിറകെ ആജ ആജ എന്ന് പറയുമ്പോഴത്തേക്കന്നെ ആ ആടുകളൊക്കെ പിറകെ തന്നെ ഓടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവം നമ്മൾ കാണുന്ന കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാ? ഒരു കാട്ടിലല്ല, ഒരു ഗ്രാമത്തിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഗ്രാമത്തിൽ കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഗ്രാമത്തിലുള്ള ഒരു വയ്യാട്ടോ ഈ റോഡ്. ഞങ്ങൾ മെയിൻ ഹൈവേന്ന് കട്ട് ചെയ്ത് ഈ റോഡിലേക്ക് എടുത്താണ്. ഭയങ്കര ഓഫ് റോഡൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്നും ആ റോഡ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടുന്ന് കോശി പ്രൊവിൻസിലേക്ക് കയറാൻ പോകണം. അതായത് നേപ്പാളിലെ 7ാമത്തെ പ്രൊവിൻസാണ് കോശി പ്രൊവിൻസ്. നമ്മൾ സൈക്കിൾ കൊണ്ട് 7ാമത്തെ പ്രൊവിൻസിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് തുടങ്ങാം. ഇഷ്ടിക ഫാക്ടറിയൊക്കെ കണ്ടോ അഞ്ചു? ഇഷ്ടിക കളം എന്നാ പറയാ. അപ്പം നമുക്ക് പോവാം. യെസ്, നമ്മൾ കോശി പ്രൊവിൻസിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു റോഡ് കൂടി. ഇഷ്ടിക ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കേട്ടോ കാണുന്നത്. ഇവിടെ മിക്ക സ്ഥലത്തും ഇഷ്ടികേനെ കൊണ്ട് തന്നെ കേട്ടോ മിക്കതും പണിയുന്നത്. കാരണം അവർക്ക് കിട്ടാൻ സുലഭവും പൈസ കുറവുള്ളതുമായ സാധനം ഇഷ്ടികയാണ്. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളും ഇതാ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇഷ്ടികേനെ കൊണ്ട് തന്നെയാണ് മിക്ക സാധനങ്ങളൊക്കെ പണിതിരിക്കുന്നത്. എന്താല്ലേ, ഇവിടുത്തെ ഒരു ടൗണായ രാജ്ബിരാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ നമ്മൾ. സ്റ്റാർട്ടിങ്ങിലാണിത്. വലിയൊരു സിറ്റി ടൈപ്പാണെന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞത്. കടകളൊക്കെ കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരെ വീടുകളൊക്കെ ആണെങ്കിലും നേരത്തെ കണ്ടതിനെ പറ്റിയിട്ട് നല്ല മാറ്റങ്ങളുണ്ട്. കുറേ തിരക്കുള്ളൊരു ഏരിയ പോലെ എത്തിയിട്ടുണ്ട്. ഇതൊരു കോളേജോ പ്ലസ് ടു കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു സ്ഥലം കേട്ടോ. മുനിസിപ്പൽ +2 കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇഷ്ടികനെ കൊണ്ടുള്ള വീട്. ഇവിടേക്ക് ഇഷ്ടിക കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇഷ്ടികനെ കൊണ്ടുള്ള വീട്. ഇനി ഇവിടെ നിന്നൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ എന്തോ കിട്ടുന്നു. സ്ഥലം നോക്കിക്കേ, ഒരു ചൗക്കാട്ടോ ഇത്. നടുക്കൊരു സാധനം വെച്ചിട്ട് 4 ഭാഗത്തേക്ക് റോഡ് പോകുന്നൊരു വഴിയാണ്. ഫുള്ള് തിരക്കാട്ടോ. ഇവിടുത്തെ തിരക്കിതാട്ടോ. നമ്മളിപ്പോൾ വന്നത് വെച്ചിട്ട് തിരക്കായി കണ്ടൊരു സ്ഥലം ഇതാണ്. ഇനി ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്തും കാണുന്നില്ല. ഇവിടുത്തെ പെട്രോൾ പമ്പ് ഉണ്ടോ? നമ്മൾ ആദ്യം മുതലേ കാണുന്ന ചെറിയ ടൈപ്പ് പെട്രോൾ പമ്പാണ്. ഇവിടെ കണ്ടോ DJ പാർട്ടീൻ്റെ വണ്ടിയാട്ടോ ഇത്. DJ പാർട്ടീൻ്റെ വണ്ടിയാണിത്. സ്പീക്കറൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ എന്താ മോനെ കല്യാണത്തിന് എന്തിനോ പോകുന്നതാന്ന് തോന്നുന്നുണ്ട്. ഇതൊരു കൊളാട്ടോ. ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളം കണ്ടിട്ട് നമുക്കൊന്നും കുളിക്കാൻ പറ്റൂല. ഒരു വൃത്തിയില്ലാത്തൊരു ടൈപ്പ് സാധനമാണ്. നമ്മളെ വലിയ സിറ്റിയൊക്കെ വിട്ട് ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കൃഷിയിടങ്ങളിൽ പണിയാണ് ഇവരൊക്കെ. ഇത് അപ്പുറത്തും ഉണ്ട്. മറ്റേ കടുക് പാടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ട്രാക്ടേഴ്സൊക്കെ ഇവിടെ ഇഷ്ടം പോലുള്ള സാധനം കേട്ടോ. കാരണം ഇവിടെ എന്താ പറയുക, കൃഷികൾ കൂടുതലുള്ളതിനെ കൊണ്ട് ട്രാക്ടേഴ്സ് നല്ല പോലെ ഉണ്ട്. ഇതാ ഇവിടെ നിന്നൊക്കെ പണിയെടുക്കുന്നുണ്ടോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. നല്ല റോഡാന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഫുൾ കുണ്ടുള്ള റോഡ് എത്തിയിട്ടുണ്ട്. അയ്യോ, ഫുൾ കുണ്ട്. നമ്മൾ ഇതിനെക്കാട്ടി നല്ല റോഡിലായിരുന്നു ആദ്യമൊക്കെ പോയത്. അയ്യോ, വലിയ വലിയ കുണ്ടൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. ഒരു നെൽപ്പാടാട്ടോ ഇത് മൊത്തം കാണുന്നത്. എന്ത് മനോഹരല്ലേ, വാഴയും നെൽപ്പാടം. ഒരു കേരളത്തിൻ്റെ ഒരു ഫീലില്ലേ ഇവിടെ ഇങ്ങനെ നോക്കുന്ന നേരം. ശരിക്കും ഇത് നേപ്പാളാട്ടോ. വൈക്കോലൊക്കെ ഉണ്ട്, കണ്ടില്ലേ മേൽക്കൂര പോലെ പണിതത്. ഫുള്ള് കൃഷിയിടങ്ങളാണ് ഇവരെ. അങ്ങ് മുതൽ ഇങ്ങ് വരെ കിലോമീറ്റർ കണക്കിന് പച്ചപ്പിലിങ്ങനെ വിതച്ചെടുക്കാം കേട്ടോ. ഇവിടെ 2-3 വാഴക്കുലകൾ കുലച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള നേന്ത്രപ്പഴം ഉണ്ടാവില്ല, വേറൊരു ടൈപ്പ് പഴമാണ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടോ, കുലച്ച് കിടക്കുന്നുണ്ട് വാഴപ്പഴമൊക്കെ. സൈക്കിൾ ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നാണ്. കാളക്കുട്ടന്മാരെ കൊണ്ട് പോകുന്നുണ്ടോ,
ഇവിടെ കാളകളെ കൊണ്ട് നല്ല പണിയാട്ടോ ഇവർ ചെയ്യിക്കുന്നത് അല്ലേ അഞ്ചു? എന്ത് പറയുന്നത് ഇതിനെ പറ്റിയിട്ട്? നല്ലോണം വലിയ വലിയ കരിമ്പിനൊക്കെ ഇവർ ഇതിനെ കൊണ്ട് ചോമിപ്പിക്കുന്നൊക്കെ കാണാൻ പറ്റും. നീണ്ടു നിവർന്ന് കിടക്കുന്ന കൃഷിപ്പാടാട്ടോ, നോക്കിക്കേ. അയ്യോ, എന്ത് രസമാണ് കാണാനായിട്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ആംബുലൻസ് പോകുന്നതിന് സൗണ്ട്, അത് എന്തോ സീനായിട്ട് പെട്ടെന്ന് പോവുക കേട്ടോ. ഇത്രയും വലിയ കൃഷിപ്പാടമൊക്കെ എന്ത് രസമാണ്. ആൾക്കാർ നോക്കാനുണ്ട് കേട്ടോ. ഇവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് നോക്കാനായിട്ട്. ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് വരെ ഉണ്ട്. അവിടെ JCB കൊണ്ട് എന്തെല്ലോ പണിയൊക്കെ ഉണ്ട്. മണ്ണൊക്കെ വാരിയിട്ട് മോളിട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കൊന്ന് മഡെടുത്ത് കൊണ്ടുപോയിരിക്കും. ഇവിടുത്തെ ഒരു കനാലാട്ടോ ഇത്. കോശി കനാലോ അങ്ങനെ എന്തോ ആണ് പേരുള്ളത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. മേപ്പിക്കേണ്ടതാണ്. ഇവിടെ മാത്രമേ കേട്ടോ നമ്മൾ വെള്ളം കണ്ടിട്ടുള്ളൂ. ഇതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റോ ഇല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ കൂടിയിട്ട് സപ്ലൈ ചെയ്യുന്ന സാധനമായിരിക്കും. ഒരു കനാല് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ കൃഷീൻ്റെ ആവശ്യത്തിനായിരിക്കും. കാരണം അത്രയും കൃഷി ഇതാക്കണ്ടേ. ഇവിടെ എല്ലാ ആൾക്കാരും സൈക്കിളിൽ പോകുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ നമ്മളും സൈക്കിളിൽ പോവാണ്. വെറും ഒരു കുഗ്രാമാട്ടോ ഇത്. വെറും കുഗ്രാമം എന്ന് പറഞ്ഞാൽ കുഗ്രാമം. ഇവിടെ എവിടെ നിൽക്കുന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ പോവാണ്. യശോദ ഫാനും ഫ്രിഡ്ജിൻ്റെ ഒക്കെ കടയൊക്കെ ഉണ്ട്. പക്ഷേ വീടുകളായിട്ട് ഇതാ അങ്ങൊക്കെ കാണുന്നില്ലേ, ആ ഒരു ടൈപ്പൊക്കെ കാണുന്നുള്ളൂ. വലിയ വീടൊന്നും അങ്ങനത്തെ കക്കൂസ് പോലും ഇല്ല കേട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇന്ന് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല. ആട്ടിനൊക്കെ ഡ്രസ്സ് ഉണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ കക്കൂസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് മൊത്തം. അയ്യോ, എന്ത് ചെയ്യും. എന്തായാലും ഇന്ന് സർവൈവ് ചെയ്യണം. ഞങ്ങളങ്ങനെ കാലത്തിന് പുറകിൽ സഞ്ചരിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ പിറകോട്ട് പോയിട്ടുണ്ട് കുറേ കാലത്തേക്ക്. നോക്കിക്കേ, എത്ര വർഷമാണ് പിറകോട്ട് പോയതെന്ന് അറിയില്ല. 10-40 വർഷം പിറകിലോട്ടാണ് ഇപ്പം ഞങ്ങൾ പോയിരിക്കുന്നത്. 1980 കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയൊരവസ്ഥയാട്ടോ ഇവിടെ കാണുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 40 കൊല്ലം മുമ്പ്, 50 കൊല്ലം മുമ്പൊക്കെ ഇന്ത്യയിലൊക്കെ, 50-60 കൊല്ലം മുമ്പൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്ന, കേരളത്തിലുണ്ടായിരുന്ന വീടുകളെ പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അന്നേരം ജനിച്ചിട്ടില്ല. ആൾക്കാർ കമൻ്റ് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീടുകളാണ്. ഇതേതാ സ്ഥലം എന്ന് പോലും അറിയില്ല കേട്ടോ. ഞങ്ങൾ ഉൾവഴി വന്നിട്ട് ഇതാണ് ഏറ്റവും കുഗ്രാമമായിട്ട് കണ്ട ഒരു സ്ഥലം ഇവിടെ. പക്ഷേ നെല്ലും ഇതൊക്കെ കയറ്റി വയ്ക്കുന്ന സ്ഥലമാണിത്. ഭയങ്കര ഒരു കുഗ്രാമമായിപ്പോയി ഇത്. നിർത്തിക്കോ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എന്താ അല്ലേ, ഒരു വലിയ ട്രാക്ടറിൻ്റെ അകത്ത് വൈക്കോല് കൊണ്ടുപോകുന്ന കാഴ്ച കേട്ടോ കാണുന്നത്. പിള്ളേരൊക്കെ കളിക്കുകയാണ് ഇവിടെ വൈകുന്നേരമായിട്ട്. പട്ടിക്കുട്ടിയൊക്കെ ഓടി പോകുന്നുണ്ട്. എന്ത് സ്ഥലമല്ലേ. റോഡാണെങ്കിൽ ഇവിടെ മാത്രം പക്ക ഓഫ് റോഡ്. ഓട്ടോ ഒക്കെ ഉണ്ട്, പക്ഷേ ഓട്ടോനൊന്നും ഒരു കുറവില്ല. ഇവിടുത്തെ കടയാട്ടോ ഇത്, ചെറിയൊരു കട. ഇങ്ങനെയാണ് ഫുള്ളായിട്ട്. ഇവിടെ മുടിഞ്ഞ ക്രിക്കറ്റ് കളിയാട്ടോ. മുടിഞ്ഞ ക്രിക്കറ്റ് കളിയാണ് ഇവിടെ. വൈകുന്നേരമായി. ചെറിയൊരു വയലായിരുന്നു, അവിടെ നിന്നാണ് ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ചെറിയൊരു ഗ്രാമത്തിൽ കൂടി ആട്ടോ പോകുന്നത്. പെട്രോൾ പമ്പൊക്കെ വലുതാണ്. ഇതുണ്ടോ, പെട്രോൾ പമ്പാണിത്. നമ്മളിന്ന് എവിടെ നിൽക്കുമെന്ന് അറിയില്ല. ഒരു സ്കൂളിൽ പോയി ചോദിച്ചു നോക്കി, സ്കൂൾ സമ്മതിച്ചില്ല കേട്ടോ. നമ്മളെ സഞ്ജിത കേൾക്കുന്ന വരുന്നുണ്ട്. ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചു നോക്കി, പക്ഷെ അവിടുന്ന് ഹെഡ് മാസ്റ്റർ നമ്മളെ സമ്മതിച്ചില്ല നിൽക്കാനായിട്ട്. അപ്പോൾ അടുത്ത സ്ഥലം നോക്കി പോവാണ്. എല്ലാം ഇതേപോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിൽക്കാനുള്ളൊരു സ്പേസും കാണുന്നില്ല. കൃഷിയിടങ്ങളും പിന്നെ ചെറിയ ഇതൊക്കെയാണ് ഉള്ളൂ. ശരിക്ക് നിൽക്കാനുള്ളതായിട്ടുള്ളൊരു സ്ഥലവും ഇല്ല. ചെറിയ കടകളാട്ടോ ഇവിടെയൊക്കെ. ഇങ്ങനെയൊക്കെ ചെറിയ സ്ഥലമാണ്. ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രാമം. അയ്യോ, എവിടെ നിൽക്കുമെന്ന് അറിയാണ്ട് ഞങ്ങൾ അലഞ്ഞു തിരിയാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും സ്ഥലം കിട്ടുമോ നോക്കിയിട്ട്. ഫൈനലി നമുക്ക് ടെൻ്റ് അടിക്കാനുള്ളൊരു സ്ഥലം കിട്ടി കേട്ടോ. ഈ ഒരു ഇത് കണ്ടോ, പുതിയൊരു ബിൽഡിംഗ് എടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഈ ചേച്ചിയില്ലേ, മഞ്ഞ കളർ ഇതിട്ടെ, ആ ചേച്ചി നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്ത് തന്നു. അവരെന്നെ ആരോ ആണ്. ഈ പുള്ളിയുടെ വീടാട്ടോ ഇത്. എന്ത് രസമല്ലേ, എന്താ ആൾക്കാരല്ലേ, നല്ല ആൾക്കാർ. അതിൻ്റെ ഉള്ളിൽ കിടന്നോന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടന്നോന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിച്ചില്ല. രാവിലെ തന്നെ വന്നേക്കാം അല്ലേ. രാവിലെ തന്നെ വല്ലേക്ക് എണീച്ചിട്ട് ഇവിടെ കോട നോക്കിക്ക, ഫുള്ള് കോട കേട്ടോ.
ഈ കോടയിൽ എങ്ങനെ പോകുമെന്ന് അറിയില്ല. 8:30 8:30ക്കാണ് ഈ ഒരു കോട ഉള്ളത്. നമ്മൾ നിന്നത് എന്നതാ ഇവിടെ നിന്നിട്ട് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് കോടയായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ തന്നെ കഞ്ഞിണ്ടായി കുടിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോഴത്തേക്കും കുറച്ചെങ്കിലും കുറയുമെന്നാണ് വിചാരിക്കുന്നത് കോടയൊക്കെ. ആപ്കാ നാം ക്യാ ഹൈ? പാർവതി. ഈ ചേച്ചിയാട്ടാ പാർവതി ദേവിസ. ഈ ചേച്ചിയാട്ടാ നമുക്ക് ഇന്നലെ ടെൻ്റ് അടിക്കാൻ വേണ്ടി കുറേ സ്ഥലം നോക്കിയിട്ട് ലാസ്റ്റ് സഹായിച്ചാട്ടോ. മൂപ്പരെ ഹസ്ബൻഡ് നാം ക്യാ? സൂര്യനാരായൺ. ഹായ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടാട്ടോ നമ്മളെ സഹായിച്ചത്. ഇവരെ ചെറിയ വീടാണ് ഇവിടെ. അതുകൊണ്ട് ഇവർക്ക് ബാത്റൂം ടോയ്ലറ്റൊക്കെ ഇവിടുന്ന് യൂസ് ചെയ്ത് വെള്ളം ഇവിടുന്നൊക്കെ തന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹംകോ ഹെൽപ്പ് കർണേക്ക് ലി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഇതുണ്ടോ ഒരു റോസിൻ്റെ ഈ കിतना साल हो गया रोज का? 10 वर्ष. ഓ 10 വർഷത്തിന് ഉള്ള ഒരു റോസിൻ്റെ ചെടിയല്ല ഇത്, മര കേട്ടോ. ഇതുണ്ടോ വേരിങ്ങനെ മുളച്ച് വന്നിട്ട് അല്ല തടി ഇങ്ങനെ കട്ട തടിയൊക്കെ ആയിട്ട് റോസൊക്കെ ഉണ്ട്. എന്നാലും ഹംജാരെ താങ്ക് യു സോ മച്ച്. ബായ്. ഈ പുള്ളിയുടെ പുതിയ വീടെടുക്കുന്ന സ്ഥലത്താണ്. ഹായ് ഭയ്യ. आपका नाम क्या है? जोगिंदर. थैंक यू सो मच हमको इधर रिटर्न लगाने के लिए. जा रहे. താങ്ക് യു സോ മച്ച്. ബൈ. ഇവിടെ കുട്ടികളൊക്കെ കണ്ടോ കളിക്കുന്നൊക്കെ. രാവിലെ ആയിട്ട് ഫോഗൊന്നും പോയിട്ടില്ല. 11 മണി തന്നെ ആവാറായി. 10:40 നമ്മളിപ്പോൾ അല്ല ഇറങ്ങുന്നത്. എല്ലാ ദിവസവും നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിക്കും, പക്ഷേ നടക്കൂല. അപ്പം നമുക്ക് വേഗം പോവാം ഇവിടുന്ന്. സൈക്കിളൊക്കെ സെറ്റാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാട്ടോ ഞങ്ങൾ രാവിലെ തന്നെയുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നത്. നോക്കിയാൽ ഫുള്ള് പച്ചപ്പൊക്കെയാണ്. അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. 5 തള്ളുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെയുള്ള വാമപ്പാട്ടോ. ഒരു കുഞ്ഞാട് പോകുന്നുണ്ടോ എനിക്ക്, ചെറിയൊരു കുഞ്ഞാട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ക്രോസ് ചെയ്യാൻ റോഡിന് നടക്കണമെങ്കിൽ മമാന്ന് പറയാം 5 നോക്കിയിട്ട്. ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് ചാണകത്തിൻ്റെ സാധനം, വൈക്കോലും ചാണകം കൂടി മിക്സാക്കിയിരിക്കുന്നത്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ ഉണ്ടോ കമ്പ് പോലെ വെച്ചിരിക്കുന്നത്. ഇവിടെയുണ്ട് ചെറിയ സ്ഥലം കേട്ടോ. വെള്ളമൊക്കെ നോക്കിക്കേ, ചളി പിടിച്ച വെള്ളമൊക്കെയാണ്. പക്ഷേ ആൾക്കാർ ഇതിലൊക്കെ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രാവിൻ്റെ കൂടെ മിക്ക സ്ഥലത്തും ഉണ്ട് കേട്ടോ. പ്രാവിൻ്റെ കൂടെ ഇങ്ങനെ എറിച്ചെടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. പിന്നെ ചില കടയിലൊക്കെ പ്രാവിനെ ഫ്രൈ ചെയ്തൊക്കെ കിട്ടും. ഞങ്ങൾ ഷോപ്പിന് മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു പ്രാവിനെ ഫ്രൈ ഒക്കെ കിട്ടുന്നുള്ളതൊക്കെ. ചാണകത്തിൻ്റെ ആട്ടോ ഇത്. ഫുള്ള് ചാണകം ഇങ്ങനെ വൈക്കോലായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ഇവർ. ഉൾഗ്രാമത്തിലൊക്കെ ഉണ്ട്, ഉള്ളിലോട്ടൊക്കെ ഗ്രാമമുണ്ട്. കാണുന്ന പോലെ ഇതൊക്കെ കടകളൊക്കെയാണ് പുറത്തുള്ളത്. തുറന്നിട്ടില്ല എല്ലാം ഒന്നും. ഇവിടെ തുറന്നിട്ടുണ്ട്, ഈ ഒരു കട തുറന്നിട്ടുണ്ട്. രാവിലെ തന്നെ 5 എനർജറ്റിക് ആയിട്ട് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗ്രാമങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും നിങ്ങൾ. ഞാൻ കുറച്ച് നേരം ഇനി ഗ്രാമങ്ങൾ ഒഴിച്ചിട്ട് സാധാരണ സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. 5 സമൂസ തിന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് 5 സമൂസ തിന്നുന്നത്. തിന്ന 5 സമൂസ തിന്നാട്ടോ ഇത് കാണുന്നത്. ഇവിടെ കണ്ടോ ഫുള്ള് ലഡു ആട്ടോ. ലഡുവും പിന്നെ ഇതിന് നമ്മൾ എന്തെന്നും പറയാം കാജയോ ആ ഒരു സാധനമുണ്ട്. ഇഷ്ടം പോലെ ലഡു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ലഡു ഇഷ്ടം പോലെ ലഡു ഉണ്ട്. ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ തേനീച്ചകൾ വന്നിട്ട് തേൻ കുടിക്കാനില്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് കട. നമ്മളങ്ങനെ മധേഷ് പ്രൊവിൻസ് കഴിഞ്ഞിട്ട് കോശി പ്രൊവിൻസിലേക്ക് സൈക്കിളും കൊണ്ട് പോവാട്ടോ. 7ാമത്തെ പ്രൊവിൻസ്, അതായത് നേപ്പാളിലത്തെ അവസാനത്തെ പ്രൊവിൻസിലേക്കാണ് പോകുന്നത്. ശരിക്കും അവസാനത്തെ പ്രൊവിൻസ് എന്ന് ഇവർ പറയുന്നത് സുദൂർ പശ്ചിമാണ്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനത്തെ പ്രൊവിൻസായ കോശിയിലേക്കാണ് കയറാൻ പോകുന്നത്. യെസ്, ഫൈനലി നമ്മൾ ആ നേട്ടം കൈവരിക്കാൻ പോവുകയാണ്. ഓൾ നേപ്പാൾ സൈക്കിളിൽ സഞ്ചരിച്ചിട്ട് കേരളത്തിൽ നിന്ന്. അടിപൊളി കേട്ടോ. എൻ്റെ അറിവിൽ വേറെ ആരും ഇങ്ങനെ നേപ്പാളിൽ സഞ്ചരിച്ചതായിട്ട് അറിവില്ല. അതുകൊണ്ടാട്ടോ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. ഇത് എന്തോ ഒരു വെള്ളമൊക്കെ ഉണ്ട്. കോശി റിവർ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കണേ കോശി ബ്രിഡ്ജിൽ കൂടിയാണ് പോവുക. അപ്പോൾ കോശി റിവർ ഒഴുകുന്ന കാണാൻ പറ്റും. മീൻ പിടിക്കാൻ വേണ്ടി വലയൊക്കെ വിരിച്ചാണ്ടോ. ഇവിടുന്ന് ഈ നദിയിൽ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയൊരു ഇതാ. ഇവിടുന്ന് വാഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുമാതിരി ചളി വെള്ളം കേട്ടോ, എങ്ങനെയാണെന്നറിയില്ല. ഇത് ഇങ്ങനത്തെ റോഡ് കൂടി പോകാന്നുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനത്തെ റോഡ് കൂടി പോകുന്നത്. ഇടത്തെ സൈഡിൽ ഇതുവരെ വയലായിരുന്നു, വയൽ മാറി ഇപ്പം വലത്തെ സൈഡിലായി വയൽ. വീടുകളൊക്കെ വളരെ കുറവാണ്. നമ്മൾ കണ്ട കോശി മറ്റേ കനാൽ പോകുന്നില്ലായിരുന്നു, കോശി വെള്ളം പോകുന്നത് ആ ഒരു കനാലാട്ടോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി വലിയൊരു
ഇതുണ്ട്, പാലമുണ്ട്. ഈ പാലം കിടക്കണം, 2 കിലോമീറ്റർ ആയിട്ട് നീളമുണ്ട്. ഇത് വേറൊരു ഗ്രാമമെത്തി കേട്ടോ. അപ്പോഴത്തേക്ക് പറഞ്ഞില്ല, സ്ഥലമൊന്നും കാണുന്നില്ല എന്ന്. അപ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഒരു വലിയൊരു ഗ്രാമം എത്തിയിട്ടുണ്ട്, ചെറിയ വീടൊക്കെ ഉള്ള. നമ്മൾ ഇന്നലെ കാണിച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. അവരെ കൃഷിയിടങ്ങൾ കേട്ടോ ആ സൈഡിൽ കാണുന്നത്. ഫുള്ളായിട്ട് അവരെ വീടും ഇതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഗ്രാമമാണ്. പക്ഷെ കൂട്ടം കൂട്ടായിട്ടാട്ടോ ഇവരുള്ളത്. ഇത് അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കൂട്ടം കൂടായിട്ടാട്ടോ വീടുകളൊക്കെ ഉള്ളത്. ചെറിയ ചെറിയ വീടാന്നേ ഉള്ളൂ. ഞാനും അഞ്ചു ഇത് അങ്ങനെ 7ാമത്തെ പ്രൊവിൻസിലേക്ക് കയറാൻ പോവാട്ടോ. കോശി റിവറാട്ടോ ഇത് കാണുന്നത്. കോശി റിവറാണ്. ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. എൻ്റെ ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ തുറന്നു വിടും. നമ്മുടെ ഡാം പോലത്തെ സെറ്റപ്പ് അല്ലേ? അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് നേരെ ബീഹാറിലേക്കാട്ടോ ഒഴുകുന്നത്. ഹൈ, എന്ത് രസാലേ. ഈ ബ്രിഡ്ജ് 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അല്ലേ? ഇവിടെ ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ, മീൻ പിടിക്കാനാന്ന് തോന്നുന്നുണ്ട്. ഇതാ കണ്ടോ, അങ്ങൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തൊന്നും വെള്ളമില്ലായിരുന്നു, ഇവിടെയാണ് വെള്ളം ഉള്ളത്. ഞങ്ങളിതാ സൈക്കിളും കൊണ്ട് ഇങ്ങനെ ചവിട്ടി പോവാണ് ഈ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടി. അത്യാവശ്യം വണ്ടി ഇടക്കിടക്ക് വരും, ട്രക്കൊക്കെ ആട്ടോ വരും ഇടക്ക്. നല്ല സ്പീഡിലായിരിക്കും പോവുക. അങ്ങനെ നമ്മളെ അടുത്ത പ്രൊവിൻസിലേക്ക് കയറുന്നതിന് സന്തോഷത്തിലാട്ടോ. യെസ്, ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ സൈക്കിളിൽ നമ്മൾ ആദ്യമായിട്ടാട്ടോ ഈ അടുത്ത പ്രൊവിൻസിലേക്ക് വന്ന് ഹിച്ചേക്ക് ചെയ്തിട്ടായിരുന്നു പോയത്. അപ്പോൾ ഇതോടെ നമ്മളെ സൈക്കിൾ യാത്ര കംപ്ലീറ്റ് ആവാനുള്ള ഒരുക്കത്തിലാണ്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി നേരെ ഭൂട്ടാനിലേക്കായിരിക്കും യാത്ര ഉണ്ടാവുക. നമ്മളെ കോശി നദിയില്ലേ, ഈ കോശി നദി എന്താ പറയുക, ബീഹാറിൻ്റെ ദുഃഖം എന്ന് പറയുന്ന നദിയാട്ടോ ഇത്. കോശി നദി എന്ന് പറയുന്നത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, 2 കിലോമീറ്റർ ലോങ് ആണിത്. അന്നേരം ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബീഹാറിൽ എന്തായാലും അടിച്ച് കയറും. അമ്മാതിരി ഇതുള്ള ഒരു ഇതാട്ടോ റിവറാണിത്. കൺഫേം അല്ലേ? ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഇവിടെ ഇന്ത്യൻ്റെ ബോർഡർ ഇതിൻ്റെ അടുത്താട്ടോ. ഇന്ത്യക്കാർ കുറേ ആൾക്കാർ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കാക്കർപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലക്ഷ്യം പിടിച്ച് പോവാട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടയിൽ എന്താ ഉള്ളത്? മീൻ വറുത്തതൊക്കെ ഉണ്ട്. കാരണം ഇവിടെ അടുത്ത് തന്നെ നദികളായതുകൊണ്ട് തന്നെ ആ നദിയിൽ നിന്ന് പിടിച്ച മീനൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആനക്കൊഞ്ചായിരിക്കും, കൊഞ്ചൊക്കെ ഉണ്ട്. ഫുൾ കൊഞ്ചാട്ടോ, വലിയ കൊഞ്ചില്ലേ നമ്മുടെ പുഴയിലൊക്കെ ഉണ്ടാകുന്നേ, ആ കൊഞ്ചാട്ടോ. അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തും ഉണ്ട് കൊഞ്ച്. അതുപോലെ ഇപ്പുറം നദിയിലൊക്കെ ഉള്ള മീനാട്ടോ ഈ സാധനങ്ങളൊക്കെ. ഇവരൊക്കെ ഇവിടെ നിന്ന് ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊഞ്ചം കണ്ടില്ലേ നീ? പ്രോൺസ് കണ്ടില്ലേ? കുറേ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. സന്തോഷമായിരിക്കുകയാണ് അഞ്ജുവിന് ഇത് കണ്ടിട്ട്. പക്ഷെ തിന്നാൻ കൊടുക്കൂല. ഇത് കണ്ടോ, ഇവിടുത്തെ നദിയിലുള്ള മീനാട്ടോ ഇത് മൊത്തമായിട്ട്. നദിയിൽ നിന്ന് പിടിച്ചിട്ട് ഇവര് റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വിൽക്കുക കേട്ടോ. കുറേ മീനൊക്കെ ഉണ്ട്, പേരൊന്നും അറിയില്ല. അതേപോലെ വലിയ മീനാട്ടോ ഇതൊക്കെ. നോക്കി, ഇവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള ബോർഡർ കേട്ടോ ആ കാണുന്നത്. പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ബോർഡറിൻ്റെ. ബീഹാറിലേക്കാണ് പോകുന്നതെന്നറിയാം. ആ ഒരു വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് എത്താം, ബീഹാറിലേക്ക് എത്താൻ പറ്റും. കോശി പ്രൊവിൻസിലേക്ക് എത്തിയവർ തന്നെ നമുക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ തണുപ്പ് മൊത്തം മാറി ചൂടായിട്ടുണ്ട്. പിന്നെ ഗ്രാമങ്ങളിൽ നല്ല മാറ്റങ്ങളുണ്ട്, സ്ഥലത്ത് നല്ല മാറ്റങ്ങളുണ്ട്. ഫുള്ള് മാറിയിട്ടുണ്ട്, നമ്മൾ കണ്ടതുപോലെയല്ല. നമ്മൾ ആദ്യം ആ മറ്റേ മദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മൊത്തമായിട്ട് മാറി, ഫുള്ളായിട്ട് മാറി. ആ തണുപ്പ് എന്ന് പറഞ്ഞ സാധനം ഫുള്ള് ഒഴിവായിട്ട് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിട്ട് ഇവിടെയൊക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളുടെ ഭൂപ്രകൃതിയാണെങ്കിലും ആൾക്കാരാണെങ്കിലും എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത്തഹാരി എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് 20 കിലോമീറ്ററും കൂടി ഉണ്ട്. എന്തോ ഒരു സ്ഥലം, അവിടത്തേക്ക് ഇനി 20 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ചീറ്റപ്പുലി അതുപോലെ തന്നെ കാട്ടുപോത്തും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. കണ്ടാൽ പറയോ, ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കാടാണ്. ഏത് നാഷണൽ പാർക്കോ എന്തോ ഒരു നാഷണൽ പാർക്കാണ്, എനിക്ക് പേര് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഇതാ പിള്ളേരൊക്കെ കണ്ട വടിയൊക്കെ എടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അവിടെ നിന്ന് മീനെ പിടിക്കുന്നൊക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. സ്ട്രെയിറ്റ് റോഡാട്ടോ, ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് പോകാനുള്ളത് നമുക്ക്.
കോശി ജില്ലയിൽ തന്നെയുള്ള കോശി പ്രൊവിൻസിൽ തന്നെയുള്ള വേറൊരു ഗ്രാമമാട്ടോ ഇത്. ഫുള്ള് വൈക്കോൽ ഇങ്ങനെ കൂട്ടിയിട്ട് കാണാൻ പറ്റും. ഇവരെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അടുത്തതൊക്കെ കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ചെറിയ ഓല മേഞ്ഞിട്ടുള്ള ഓലയല്ല, വൈക്കോലിനെ കൊണ്ടൊക്കെ തട്ടിമുട്ടി ഉണ്ടാക്കിയ പിന്നെ മുളകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ വീടുകളൊക്കെ കേട്ടോ. നീ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഉള്ളിലുള്ള ഗ്രാമമൊന്നല്ല ഇത്. ഇത് മെയിൻ ഹൈവേ ആട്ടോ. നമ്മൾ പോകുന്നത് മെയിൻ ഹൈവേൻ്റെ സൈഡിൽ തന്നെയുള്ള ഗ്രാമങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇന്നലെ ആണെങ്കിൽ ഉള്ളിലോട്ടുള്ള റോഡിൽ കയറിയിട്ടാന്ന് പറയാം. ഇത് അതുമല്ല, ഇത് മെയിൻ ഹൈവേ ആട്ടോ. പക്ഷേ ഇതിൻ്റെ ഇപ്പുറമൊക്കെ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ അവരെ നെൽപ്പാടാന്ന് തോന്നുന്നു ബേക്കിൽ. ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് നോക്കിക്കേ, ചെറിയൊരു മാർക്കറ്റ് കേട്ടോ. ഈ ആ മാർക്കറ്റ് കണ്ട സ്ഥലത്ത് നിർത്തിയിരിക്കുക കേട്ടോ. നമ്മൾ ചൗമീനും അതുപോലെ തന്നെ എന്താ കാണിക്കുന്നത്, പാസ്തയും കൂടി കഴിക്കുക കേട്ടോ. 5 തകർന്ന് കിടക്കുകയാണ് ഇവിടെ കേട്ടോ. മാർക്കറ്റ് കോളിഫ്ലവറും പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ്. അതിന് സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയൊരു കടയും ഉണ്ട്. അവിടെ ഇങ്ങനെ ഉള്ളിവടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാട്ടോ. നെൽവയലുകൾ കണ്ടോ നിങ്ങൾ? നെൽവയലുകൾ പുതിയതായിട്ട് കിളുത്ത് വരുന്ന നെൽവയലുകളും ചോളത്തിൻ്റെ വയലുകളൊക്കെ ഉണ്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. സൂര്യ ഇതാ ഇങ്ങനെ മുകളിൽ കിടക്കുന്നുണ്ട്. അസ്തമിക്കാറായി തോന്നുന്നുണ്ട്, കാരണം 4 മണിയായിട്ടുണ്ട് സമയം. 5 വേഗം സൈക്കിൾ ഓടിക്കൊണ്ട് വരിക കേട്ടോ. ഒരുമാതിരി സുഖമില്ല ഈ റോഡിൽ കൂടി പോകാൻ. നേരെയുള്ള റോഡും കുറേ വണ്ടികളും നേരത്തെ നമ്മൾ വന്ന പോലെ അല്ല, എല്ലാം മാറ്റമുണ്ട്. ഇങ്ങനത്തെ ഓട്ടോക്കാരാണ് സീന്. സൈഡിൽ കൂടി വന്നിട്ട് ഒരു പോക്കുണ്ട്, വല്ലാത്ത സീനാണത്. അതുപോലെ ലോറിക്കാരും സീനില്ല, വേറെ വണ്ടിക്കാരൊക്കെ സൈഡിൽ കൂടി കേട്ടോ പോവാ. എനിക്ക് ഏതോ ഒരു ഗ്രാമം എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതാട്ടോ ഗ്രാമമല്ല, ഇത് ടൗണാണ്. കടകളൊക്കെ ഉണ്ടോ, ചെറിയ പെട്ടിക്കടകളൊക്കെ ആയിട്ടുള്ള ചെറിയ ടൗണാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഓട്ടോക്കാരാണ് തിരക്കുണ്ടാക്കുന്നത്. ഫുൾ ഓട്ടോയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓട്ടോസ്. സൈക്കിളൊക്കെ ഇവിടെ കൂടുതൽ സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാട്ടോ. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും നമുക്ക് സൈക്കിൾ ഷോപ്പൊക്കെ കാണാൻ പറ്റും ഓരോ ഭാഗത്തായിട്ട്. ആൾക്കാരൊക്കെ നോക്കിയേ, മീൻ മാർക്കറ്റാട്ടോ. മീൻ മാർക്കറ്റ് അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ, മീൻ്റെ അത് ഫുള്ള് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൊടുക്കുന്ന മാർക്കറ്റായിരുന്നു അത്. അത് കഴിഞ്ഞ് ഇനർവ എന്ന് പറഞ്ഞൊരു ടൗൺ ആട്ടോ ഇത്. ഇവിടെയുള്ള ഹിതഹാരി എത്തുന്നതിന് മുമ്പുള്ളൊരു വലിയൊരു ടൗണാണ് ഇനർവ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ടൗണാണ്. വേറൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ കാണാനൊന്നും. നമുക്ക് നേരെ ആട്ടോ പോകേണ്ടത് ഹിതഹാരിയിലേക്ക്. ഫൈനലി നമ്മളിതാ ടെൻ്റ് അടിച്ച സ്ഥലം കണ്ടോ, ഒരു പറമ്പിലാട്ടോ ഇന്ന് ടെൻ്റ് അടിച്ചിരിക്കുന്നത്. അതും ആളില്ലാത്തൊരു പറമ്പല്ല, ഇതിൻ്റെ ബേക്കിൽ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാമത്തിൽ വന്നാട്ടോ നമ്മൾ. നേരത്തെ ലാസ്റ്റ് ഒരു ടൗണിൻ്റെ പേര് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ പേര് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് ഒരു 2.5 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് കിട്ടിയത്. ഇതാ നോക്കിയാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ടെൻ്റ് ചെയ്ത് അവിടെ അടിച്ചിട്ടുണ്ട്, സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവരാട്ടോ വീട്. ഇതാ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുപോലെ അവരെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അവരെങ്ങനെയാണെന്ന് അറിയില്ല. അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചുറ്റുഭാഗത്തും വീടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ സേഫായ സ്ഥലത്താട്ടോ ടെൻ്റ് അടിക്കാറ്. 5 അതിൻ്റെ ഉള്ളിലുണ്ട്, അതാണ് പുറത്തിറങ്ങാത്തത്. സൈക്കിളൊക്കെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചായ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനുണ്ട്. കുറേ പരിപാടി ബാക്കിയുണ്ട്. ഇനി നമ്മൾ സൈക്കിൾ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വന്ന് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ടെൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. ഇല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് ഒന്നും നടപടിയാവില്ല. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചൊക്കെ കഴിയുള്ളൂ ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാട്ടോ. ആടുകൾ ഓടിപ്പോകാൻ നോക്കിക്കാ ചേച്ചീൻ്റെ പിറകെ. ആജ ആജ എന്ന് പറയുമ്പോഴത്തേക്കന്നെ ആ ആടുകളൊക്കെ പിറകെ തന്നെ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്താല്ലേ ആ സ്നേഹം കേട്ടോ ഇവരതൊക്കെ. അടിപൊളി. നല്ലൊരു ഗ്രാമത്തിലാണ് തട്ടിപ്പത്തത്. അവർ വൈഫൈ ഒക്കെ ഓണാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ അവിടെ നിന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ദിവസം, അടിപൊളി. രാവിലെ 11 മണി കേട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് റെഡി ആയതല്ലേ. ഞാനാണ് ലേറ്റ് ആയത് അല്ലേ. പാക്ക് ചെയ്യാൻ വേണ്ടി സൈക്കിൾ ഇവിടെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് സാധനങ്ങൾ ഇവിടുന്ന് എടുത്ത് അവിടുന്ന് വരെ കൊണ്ടുപോകണം കേട്ടോ. അതുപോലെ ഈ വീട്ടിൽ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തില്ലേ. വെള്ളം തന്നു, ബാത്റൂമിൽ തന്നു, പിന്നെ അവിടുന്ന് മറ്റെന്തേനും ബബ്ലൂസ് നാരങ്ങ അതും തന്നു കേട്ടോ രാവിലെ തന്നെ തിന്നാനായിട്ട്. അപ്പോൾ ഇത് ടെൻറ്റും കൂടി പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇതാട്ടോ നമ്മളെ നേരത്തെ കാണിച്ചവരെ വീട്. ഫുള്ളി ഇത് അവിടെ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബായ് ബായ് എല്ലാവരുടെയും നമ്മൾ ബായ് പറഞ്ഞിട്ട് നമ്മൾ പോവാട്ടോ. ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബോർഡറിലേക്ക് പോവാട്ടോ. പശുക്കിടങ്ങളൊക്കെ ഉണ്ട്, ആടൊക്കെ ഉണ്ട് ഇവിടെ. ഇവർ പുറത്തുനിന്നുള്ള താങ്ക് യു
പുറത്തുനിന്നുള്ള ഫുഡൊന്നും ആശ്രയിച്ചിരിക്കുന്നവരല്ല. ഇവർ തന്നെ സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ടാണ്. ഇന്നലെ ഇവിടെ നിന്ന് വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ എന്തോ ചെറിയ നെല്ലിൻ്റെ എന്തോ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമ്മളിവിടെ വന്ന് ചോദിച്ചത്. നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകണ്ടേ? 12 മണിയായി, ഉച്ചയായി. ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ, നല്ല വെയിലാട്ടെ ഇവിടെ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇച്ചിരി നേരമായിട്ടേ ഉള്ളൂ. അപ്പോൾ റോഡ് സൈഡിൽ ഇതാട്ടോ റോഡ് നമ്മൾ പോകേണ്ടിയ. റോഡ് സൈഡിലായിട്ട് ഇത് നോക്കിക്ക് മരങ്ങളിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാട്ടോ ഇത്. പ്ലൈവുഡിനാണോ എന്തിനാണെന്ന് അറിയില്ല. ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുകയാണ് ഒരു വയൽ പോലെ. അങ്ങൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. മരങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഉണക്കാനിടും. ഈ എരുമയും പോത്തൊന്നുമല്ല, ഓയോ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പിള്ളേരൊക്കെ നല്ല ഇതൊക്കെ തരുന്നുണ്ട്. ഓയോ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓയോ ഹോട്ടൽ ഉത്സവ് എന്ന് പറഞ്ഞിട്ട് ആർക്കറിയാം എന്താന്ന്. നേരെയുള്ള റോഡ് തന്നെയാണ്, വേറെ റോഡൊന്നുമില്ല. സ്ട്രീറ്റ് റോഡ്. പിന്നെ ഗ്രാമങ്ങൾ കാണുമ്പോൾ അതിൻ്റെ വീഡിയോസ്. ഈ പുള്ളി ഉണ്ടോ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും ആൾക്കാർ. आपका नाम क्या है? मेरा प्रवीण चौधरी. थैंक यू भैया. आपका नाम क्या है? सीताराम किताराम बोले. ओके, थैंक यू. ഇവിടുത്തെ ആൾക്കാരാട്ടോ ഇവർ രണ്ടാൾക്കാർ. ഇവിടുത്തെ രണ്ടാൾക്കാരാട്ടോ. താങ്ക് യു. നല്ല ആൾക്കാരാണ് ഇതാക്കിയത്. നമുക്കിതാ അഞ്ച് സന്തോഷമായോ? ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതുണ്ടോ സൈക്കിളിൽ മരങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. നമ്മൾ ഇവിടുന്ന് ലഗേജൊക്കെ വെച്ച് കൊണ്ടുപോകുന്നവർ ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് സൈക്കിളിൽ പോകുന്നൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇങ്ങനത്തെ ബൈക്കൂടെയൊക്കെ പോകുമ്പോൾ മെല്ലെ പോയാൽ ഇതൊക്കെ കാണുള്ളൂ, പറന്നു പോയാലൊന്നും കാണൂല. നമ്മളങ്ങനെ ഇട്ടഹാരിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിലെത്തിയിട്ടുണ്ട്. അതാണ് സ്റ്റാർട്ടിങ്ങിലുള്ള ടൗണൊക്കെ. നമുക്കങ്ങനെ പൈസ ഒക്കെ ചേഞ്ച് ചെയ്ത് കിട്ടി കേട്ടോ. ഒരു പുള്ളി നമ്മളെ വിളിച്ചു കൊണ്ടുപോയി പൈസ ഒക്കെ ചേഞ്ച് ചെയ്തതാണ്. വീഡിയോ എടുത്തില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എനിക്ക് ഫുള്ള് ഷോപ്പൊക്കെ ഉണ്ട്, ചെറിയ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള. കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. ഇന്ന് ഹാപ്പി ദിവസം കേട്ടോ. കുറേ ആൾക്കാർ നമ്മളെ കണ്ട് സംസാരിച്ച് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്ന്. എന്ത് നല്ല ആൾക്കാരില്ലേ. അയ്യോ, ഇട്ടഹാരിയിൽ മാളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയ മാള് അവിടെ ഇതാ KFC ഒക്കെ ഉണ്ട്. അത്ഭുതം തന്നെ. നമ്മളെ പ്ലെയിൻ ഏരിയ കേട്ടോ, ഇത് ഒരു പ്ലെയിൻ ഏരിയ ആണ്. കാഠ്മണ്ഡു പോലത്തെ സ്ഥലത്ത് ഞാൻ KFC കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട്ടഹാരിയിലും KFC ഒക്കെ ഉണ്ട്. നമ്മൾ ഇട്ടഹാരിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ ചൈനീസ് കമ്പനി ആട്ടോ, ഇലക്ട്രിക്കിൻ്റെ. ഈ ഒരു ടൈപ്പ് ഓട്ടോ ഉണ്ടോ എവിടെയാ? ഈ ടൈപ്പ് ഓട്ടോ ഇല്ലേ, ഇവര് ഇടിക്കുന്ന പോലെ ആക്കിയിട്ട് നമ്മളെ മുമ്പിലേക്ക് വന്ന് നിർത്തില്ലേ. നമ്മള് അതെ, ഒരുമാതിരി കളിയാട്ടെ ഈ ഓട്ടോക്കാർ കളിക്കുന്നത്. ഇടിച്ചിടുന്ന പോലെയൊക്കെ വരിക. ഇതാ ഈ ഓട്ടോ ഒക്കെ പോകുന്നുണ്ടോ, ഇടിച്ചിടുന്ന പോലെ വരിക. നമുക്ക് നമ്മളെക്കാട്ടി സ്ലോ അല്ല ചില സ്ഥലത്തൊക്കെ പോവാ. ഇവിടെ കണ്ടൊരു സംഭവം കേട്ടോ, എന്തിൻ്റെന്നറിയില്ല. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. ഫുൾ ആൾക്കാരൊക്കെ ആയിട്ട് നോക്കിയേ. इंसान मीन्स कोई कर्म कुछ है. അവർക്ക് അറിയില്ല എന്താന്നുള്ളത്. അവിടെ ഇതെന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവം നമ്മൾ കാണുന്നത്. കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് പൂജയൊക്കെ ആയിട്ട്. ഇവിടുത്തെ സ്കൂളിൽ എന്തോ സ്പോർട്സ് നടക്കുക കേട്ടോ. കുറേ പിള്ളേരുണ്ട്, ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ഇട്ടഹാരി എന്ന് പറഞ്ഞ സ്ഥലം വിട്ടിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്തൊരു ടൗൺ എത്തിയിട്ടുണ്ട്. ഫുള്ള് വണ്ടികൾ തന്നെയാണ് കേട്ടോ റോഡിനോട്. നമ്മൾ ആദ്യം വന്ന പോലെ കാലി റോഡൊന്നുമല്ല, ഫുള്ള് വണ്ടികൾ തന്നെയാണ്. ഒരു സ്കൂളാട്ടോ, ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ ആൾക്കാരെന്ത് ചെയ്ത് പിള്ളേരെ മാറ്റി. ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഒരു സാധനം സമൂസൊക്കെ കഴിച്ച് ഇഷ്ടംപോലെ പിള്ളേരുള്ള സ്ഥലം കേട്ടോ. കുറേ പിള്ളേർ ആയൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത്. ഹായ്. നഗരങ്ങളൊക്കെ വിട്ടിപ്പം ഒരു കാട്ടിക്കൂടി ആട്ടോ യാത്ര. പക്ഷെ കാട് എന്ന് പറയാനേ പറ്റുള്ളൂ. ഫുള്ള് വണ്ടികളും പിന്നെ റോഡ് പണിയും. ഫുള്ള് വണ്ടികളും പിന്നെ ഇടിക്കാൻ പോകുന്ന രീതിയിലാണ്. ബസ്സും പിന്നെ ചെറിയ ഓട്ടോയില്ല നേരത്തെ കാണിച്ചാൽ അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ബസ്സൊക്കെ അടിച്ച് മിന്നിച്ച് സൈഡിൽ കൂടിയൊക്കെ കയറ്റി പോവാ. ട്രക്കുകാരെന്നാലും മാന്യന്മാരാട്ടോ. കാട് നോക്ക്, വലിയൊരു കാടാട്ടോ. ഇപ്പുറൊക്കെ ആയിട്ട് 17 കിലോമീറ്റർ കാടാണ്. അത് കഴിഞ്ഞാൽ ഇനി നാടെത്തുള്ളൂ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് പറ്റി?
കാട്ടിക്കൂടിയുള്ള യാത്ര എങ്ങനെയുണ്ട്? വിഷമിച്ചോ ഓടിച്ചോടിച്ച്? എന്താ? ഇനിയും പോവാനുണ്ട് 14 കിലോമീറ്റർ. 4 മണിയായിട്ടേ ഉള്ളു. നല്ല വിശപ്പോ? നമുക്ക് എങ്ങനെയും പോണ്ടേ? കാട്ടിൽ കൂടി വന്ന് 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 വിശ്രമിക്കാട്ടോ. പക്ഷെ കാട് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് വണ്ടികളല്ലേ, ഭയങ്കര ഇടങ്ങാറല്ലേ. ഇതാണ് ആ താറാവ്. അപ്പൊ നമ്മളെ കാട്ടിക്കൂടിയുള്ള യാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുക അല്ലേ. ഇനിയും പോവാണ്ട് 4:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, ഇല്ലേ ഒരു 5 മണിക്ക് സ്റ്റോപ്പ് ചെയ്യും. ഓ മൈ ഗോഡ്, പൊടിയായതുകൊണ്ട് ഇതും പിന്നെ കണ്ണട കൂടിയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 5 മണി വരെ നമുക്ക് പോകാം അല്ലേ. കാരണം ഇവിടെ വൈകുന്നേരം കുറച്ച് സമയം എടുക്കും. അതുകഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ അടിച്ചിട്ട് നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്കൊരു ഒരു സ്ഥലം സെറ്റാക്കി തന്നിട്ടുണ്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നാളെ നമ്മൾ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാട്ടോ. നമ്മളൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത്. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പുള്ളിയാണ് നമുക്ക് സ്റ്റേ റെഡിയാക്കി തന്നിരിക്കുന്നത് അല്ലേ. അത് നേപ്പാളിൽ തന്നെ, നേപ്പാൾ ബോർഡറിൻ്റെ അടുത്താണ് സ്റ്റേ റെഡിയാക്കിയിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോനകത്ത് നിങ്ങൾ കണ്ട കാഴ്ചകളും ഗ്രാമത്തിൽ നിന്നതും അവിടെ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത നല്ല ഗ്രാമങ്ങളിലെ കാഴ്ചകൾ കാണുന്നവരെ ബൈ.